ഇങ്ങനെ കടിച്ചിടാനല്ലോ നിന്നെ കെട്ടിച്ചു വിട്ടത്. ഞങ്ങളെ കെട്ടിയ നീ ചേട്ടാ തന്തയോ? നിന്റെയൊക്കെ തന്തയുടെ സ്ഥാനമാടി അന്ന് സ്റ്റേഷനിൽ വെച്ച് നിന്റെ ആങ്ങളെ എനിക്ക് ചാർജി തന്നത്. ഒളിച്ചോടുന്നവർക്കെല്ലാം നീ ഒരു അഭയകേന്ദ്രമാണ് അല്ലേ കൂട്ടുകാരാ? എല്ലാവർക്കും അല്ല. ഇനി മുതൽ എൻ്റെ പെങ്ങളുടെയും കൂടെ നിൽക്കുന്ന ആ തൊലിയൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം നിന്റെ പേരിലാണ്. ഇനി അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ പിരിയുകയോ ചെയ്താൽ ഞാൻ ആദ്യം വന്ന് കാണുന്നത് നിന്നെ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ? ആ മസിലിൻ്റെ ഇടയിൽ പ്രോട്ടീനായിട്ട് ഉരുകി തീരെ എനിക്ക് വയ്യ. ഈ പ്രശ്നം അങ്ങനെ തീരുവില്ല. ഇത് നിങ്ങൾ തമ്മിൽ മൂന്നാളാണ്. നീയേ ഒന്നാണ് അപ്പൊ കമ്മിഷ്ടോടാ ഒരു മ്ലേച്ഛത്രം പറയരുത്. കാണിച്ചുണ്ടോ പറഞ്ഞു? ഞാൻ വിശ്വസിക്കൂല. നീ എന്റെ ഫ്രണ്ടാണ് അവളുടെ ഫ്രണ്ടാണ്? നിന്റെ തന്നെ എന്നാലും വിശ്വസിക്കൂല. കാണിച്ചു തരാം. ഇത് ഇതാ ഇത് ചിത്രണ്ടോടാ. നോക്ക്, ഇതാരാ അവളുടെ കൂടെ ഇഴുകിച്ചേർന്ന്? എന്തായാലും ബന്ധുക്കളൊന്നുമല്ല. എനിക്ക് അന്നത്തെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇനി ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇത്ര ഇഴുകിച്ചേർന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് നീ വഴക്കിട്ടെ? ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സംശയം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം തെളിവ് വിചാരിക്കണ്ടേ? ഓക്കെ, അപ്പൊ നിനക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? എടാ, നമ്മളെ സൂരജിന്റെ ഭാര്യയില്ലേ രേവതി, ഞാൻ അവളോട്ടൊരു സിനിമയ്ക്ക് പോയി. ഇന്റർവെല്ലിന് ഇറങ്ങിയപ്പോഴും ഈ കാഴ്ച ഞാൻ കാണുന്നത്. ഓ, സൂരജിന്റെ ഭാര്യയായിട്ട് നീ എന്തിനാണ് സിനിമയ്ക്ക് പോയത്? അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ക്രഷുണ്ട്. അപ്പൊ അത് അവിഹിതമല്ലടാ നാറി. അതെങ്ങനെ അവിഹിതാവും? പിന്നെ എടാ, അത് അവർക്ക് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് അവിഹിതമല്ല. മനസ്സിലായില്ല. എടാ, ഞാൻ നിന്നെ കുറിച്ച് ഒരാളടുത്ത് മോശമായിട്ട് പറഞ്ഞു. അയാളതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ നിനക്ക് മോശക്കാരനാവൂലേ? ആവും. ഇനി അയാൾ അതെൻ്റെ അടുത്ത് പറയുന്നില്ല എന്നാ ഞാൻ നിനക്ക് മോശക്കാരനാവോ? ഇല്ല. അത്രേ ഉള്ളൂ. അതോ ഇത് തമ്മിൽ എന്താണ് ബന്ധം? തിങ്ക് ബേബി തിങ്ക്. ഒരു മിനിറ്റ്, നിനക്കെന്താ അവനുമായിട്ട് പ്രശ്നം? എടാ, അവന് അവിഹിതം.